മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് സുഡാപ്പിസം നട്ട് വളർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചാനലാണ് ഈ മക്തൂബ് മീഡിയ എന്ന് പറയുന്നത്. അവരുടെ ലേറ്റസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഞാനിവിടെ മുന്നോട്ട് വെക്കുന്നത്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പോലീസ് ചുമത്തിയ രാജ്യദ്രോഹ കുറ്റം തെളിയിക്കാനായില്ല. ഉത്തർപ്രദേശിൽ 33 വർഷത്തിന് ശേഷം മുസ്ലിം വയോധികരെ വെറുതെ വിട്ട് NIA കോടതി. ഇവരുടെ ഈ പോസ്റ്റിന് മുകളിൽ കൊടുത്തിട്ടുള്ളത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ലക്നൌവിലെ NIA കോടതിയാണ് 78-കാരനായ മുഹമ്മദ് നയീമിനെ കുറ്റവിമുക്തനാക്കി വിധി പുറപ്പെടുവിച്ചത്. 1993 ജനുവരി 26-നാണ് റിപ്പബ്ലിക് ദിനത്തിൽ കറുത്ത പതാക ഉയർത്തി പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം ഉയർത്തി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് പോലീസ് ഉദ്യോഗസ്ഥനായ പവൻ കുമാർ സിംഗ്, നെയ്ം അടക്കമുള്ള 3 പേർക്കെതിരെ രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി FIR ഇട്ടത്. വിചാരണ സമയത്ത് പോലീസ് അവകാശപ്പെട്ട കറുത്ത പതാക അടക്കമുള്ള തെളിവുകൾ കോടതിയിൽ സ്വീകാര്യമായില്ല. കൂടാതെ പ്രതികൾ രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയെന്ന വാദവും പോലീസിന് കോടതിയിൽ തെളിയിക്കാനായില്ല. കേസെടുത്തത് തൊട്ട് വിധി വന്നതുവരെയുള്ള 33 വർഷത്തിനിടയിൽ നെയ്മിന്റെ കൂട്ടുപ്രതികളായ FIR-ൽ ഇടം പിടിച്ച മുഹമ്മദ് യൂസഫ്, അതാവുല്ലാഹ് എന്നിവർ മരണപ്പെടുകയും ചെയ്തിരുന്നു. അതായത് ഈ ഒരു വാർത്ത കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ്. ഈ മുസ്ലിങ്ങൾക്ക് എന്തോ പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഈ വാർത്തയൊക്കെ കൊടുത്തത് തന്നെ. ഇതിന്റെ കമന്റ് ബോക്സുകളിലാണെങ്കിൽ ഇത്തരത്തിലാണ് ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് മോദി വിരുദ്ധതയാണ് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള ഒരു കമന്റ് വായിച്ചു കേൾപ്പിക്കാം. മോദിയുടെ വേട്ട ഡേശികളുടെ അക്രമം ഇയാളുടെ മേൽ കേസ് ചുമത്തിയ ഡേശികളെ ഇപ്പോഴും ഇതേ നിയമം സംരക്ഷണം നൽകുന്നില്ലേ? അതായത് മോദിയാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് ഇവര് പറയുന്നത്. നമ്മൾ തെളിവുകൾ നിരത്തട്ടു ആരാണ് ചെയ്തത് എന്നുള്ളതിൻ്റെയൊക്കെ. അടുത്തൊരു കമന്റ് ആണ്, 33 വർഷം ജയിലിൽ വെറുതെ ഇടുക, അതാണ് ഫാസിസ്റ്റുകൾ ഉദ്ദേശിക്കുന്നതും, അല്ലാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതാകണം ഇരയാക്കപ്പെടുന്ന വിഭാഗത്തിന്റെ സമീപനം. അല്ലാതെ വിട്ടയക്കപ്പെടുമ്പോൾ കണ്ടില്ലേ ഞങ്ങൾ നിരപരാധികളാണ് എന്ന് വിലപിച്ച് ആശ്വസിക്കുകയല്ല വേണ്ടത്. ഇനി അടുത്ത കമന്റ് ആണ്, മുസ്ലിം ചെറുപ്പക്കാരെ ഒരുപാട് എണ്ണത്തിന് പല ഭാഗങ്ങളിലും കള്ളക്കേസുകൾ എടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ടുണ്ട്. ഇതുപോലെ 25-30 വർഷങ്ങൾ അവരെ എല്ലാ ജീവിതവും അവസാനിക്കാൻ നേരത്തെ ഒരു തെളിവുമില്ലാതെ വെറുതെ വിടുകയും ചെയ്യും. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? പ്രതികൾ പുറത്ത് വിലസുകയും ചെയ്യും, അവരെ കുറ്റവിമുക്തരാക്കും സംഘികളെ. അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് എണ്ണം പല ഭാഗങ്ങളിലും ജയിലിലുണ്ട്. ഇതുപോലെ മുസ്ലിം ഇരവാദമാണ് അലതല്ലി ഇവരുടെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മോദി വിരുദ്ധത ചാവുന്നത് പോലെയാണ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ കൂടി വായിച്ചു കേൾപ്പിക്കാം. കുറ്റവാളി അല്ല എന്ന് പറയാൻ 33 വർഷം ഇതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ടവരായിരുന്നു ഇന്ത്യ ഭരിച്ച മറ്റുള്ളവരെല്ലാം. ഈ രാജ്യം അതായത് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതും വെറുതെ വിട്ടതൊക്കെയായി ബന്ധപ്പെട്ടേ. ഇനി അടുത്താണ്, NIA ആയാലും CBI ആയാലും മുസ്ലിം വിദ്വേഷം മാത്രം. നിങ്ങൾ കണ്ടില്ല? അതായത് ഈ മക്തൂബ് കൊടുത്തിട്ടുള്ള ഈ ഒരു മുസ്ലിം വ്യക്തിയെ 33 വർഷങ്ങൾക്ക് ശേഷം വെറുതെ വിട്ടു എന്ന വാർത്തക്ക് നിരന്തരം കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇരവാദ. ഇവിടെ എന്തോ മുസ്ലിങ്ങൾക്ക് ഇവിടെ എന്തോ പ്രശ്നം. ഞാനൊരു മുസൽമാനാ, ഞാനൊരു വിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുന്ന ആളാ. ഞാനുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് മുസ്ലിം വിശ്വാസികളുണ്ട്. ഞാൻ നേരിട്ട് പരിചയമുള്ള, ഞാൻ ഇടപഴകുന്ന നിരവധി ആളുകൾ. ഇനി എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. അവർക്കോ എനിക്കോ നിങ്ങൾക്കോ ഇല്ലാത്ത എന്ത് പ്രശ്നമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തിയാൽ അത് ഉള്ളിൽ പോണം. ഇനി 33 വർഷമായി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് മോദിയെ പറയുന്നത്? 33 വർഷങ്ങൾ ഈ 2026-ൽ നിന്നൊന്ന് പിറകോട്ട് പോയാൽ ഏകദേശം അത് 1993-ലേക്കല്ലേ എത്തുക. കൃത്യമായിട്ട് മക്തൂബ് ആ പറയുന്ന ഡേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. 1993-ൽ നരസിംഹറാവു അല്ലായിരുന്നോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി? കോൺഗ്രസ് സർക്കാർ അല്ലായിരുന്നോ രാജ്യം ഭരിച്ചത്? അതിനുശേഷം എത്ര തവണ ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് പിന്തുണയോടുകൂടി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയിട്ട് ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ചു. ആ സമയത്തൊന്നും ഈ 33 വർഷം
ജയിലിൽ കടന്ന നിരപരാധിയെ തേടി കോൺഗ്രസ് പോയില്ലേ, മുസ്ലിം ലീഗ് പോയില്ലേ? ഈ കോൺഗ്രസിന്റെ കാലത്ത് തന്നെയല്ലായിരുന്നോ ഈ വ്യക്തിയെ എടുത്ത് ഉള്ളിലിട്ടതും? പിന്നെ പാകിസ്ഥാൻ സിന്ദാബാദ് ഒക്കെ വിളിച്ചതിന് 1993 വീഡിയോ തെളിവൊന്നുള്ള ഒരു കാലമല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ വെറുതെ വിട്ടതും തെളിവില്ല എന്ന് പറഞ്ഞതോ. വിളിച്ചിട്ടില്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും ഉറപ്പിക്കാൻ സാധിക്കും. ഏതായാലും കോടതി പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് അംഗീകരിക്കുന്നു. അന്ന് ഏതായാലും സകല ആളുകളുടെ കയ്യിൽ മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോ സകല മലയാളികളും തിരിച്ചറിയുക, 33 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിന് ഇന്ന് മോദിയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ മോദിയോട് നന്ദി പറയണ്ടേ? മോദിയുടെ കാലത്തല്ലേ ഇയാൾക്കൊന്ന് പുറത്തിറങ്ങാൻ സാധിച്ചത്? നിരപരാധിയാണെങ്കിൽ പുറത്തിറങ്ങാൻ സാധിച്ചത് മോദിയുടെ കാലത്തല്ലേ? കോൺഗ്രസ് ഭരിച്ചപ്പോ, അതേപോലെ തന്നെ ഇടതുപക്ഷം മുസ്ലിം ലീഗൊക്കെ പിന്തുണയോടുകൂടി ഈ രാജ്യമൊക്കെ എത്ര തവണ ഭരിച്ചോ, എത്ര വർഷങ്ങൾ ഭരിച്ചോ, എന്നിട്ട് അവർക്കൊന്ന് രക്ഷിക്കാനായില്ലേ? മക്തൂബിയുടെ ആര് വരണമെന്ന ഈ രാജ്യം ഭരിക്കാൻ, ഇവരൊക്കെ രക്ഷിക്കാൻ? ഈ മക്തൂബിൽ എഴുതുന്ന ഒരാളെ, ഞാൻ ഈ മക്തൂബൊക്കെ ശ്രദ്ധിച്ചത് തന്നെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്തായിരുന്നു. അന്നൊരു ഓപ്പറേഷൻ സിന്ദൂരിനെതിരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു അറസ്റ്റ് രാജ്യത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു മലയാളിയെ നാഗ്പൂരിൽ വെച്ചിട്ടായിരുന്നു അറസ്റ്റ് നടന്നിട്ടുള്ളത്. ഞാൻ ആ വാർത്ത ഒന്ന് വായിച്ചേൽപ്പിക്കാം. ഓപ്പറേഷൻ സിന്ദൂരിനെ വിമർശിച്ചു മലയാളിയായ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ റിജാസം ഷീബ സൈദിക്ക് നാഗ്പൂരിൽ അറസ്റ്റ്. ഈ വ്യക്തി ഈ പറയുന്ന മക്തൂബിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യ ടുഡേയിലൊക്കെ, മക്തൂബിൽ എഴുതുന്ന ആളാണ് എന്ന് ഇന്ത്യ ടുഡേയിലൊക്കെ വാർത്തയുണ്ട്. അപ്പൊ മക്തൂബ് എന്ന് പറയുന്ന ചാനലിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതോ വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയാം. സകല മലയാളികളോടും പറയാനുള്ളത്, ഇമ്മാതിരി കുറെ അലവലാതി ചാനലുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്നതായിട്ടാണ് ഇത്തരം ചാനലുകളൊക്കെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിവിടെയുള്ള മൗദൂദി ചാനൽ എടുത്തു നോക്കിയാലൊക്കെ തന്നെ ഇവിടെ എന്തോ പ്രശ്നമാണെന്ന്. ഇത് കാണുന്ന സാധുക്കളായിട്ടുള്ള സാധാരണ മുസ്ലിങ്ങൾ കരുതും ഇവിടെ എന്തോ പ്രശ്നമാണെന്ന്. ഇത്തരം സാധാരണ സകല മുസ്ലിങ്ങളും തിരിച്ചറിയുക, ലോകത്ത് മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി സുരക്ഷയിൽ സമാധാനത്തിൽ ഇന്ന് ലോകത്ത് ജീവിക്കാൻ പറ്റിയ ഏറ്റവും സുന്ദരമായ രാജ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരത. നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ മാത്രമാണ് കഴിഞ്ഞ റമദാൻ മാസത്തിൽ പോലും, പുണ്യ റമദാൻ മാസത്തിൽ പോലും മുസ്ലിങ്ങൾ സമാധാനത്തിൽ ജീവിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഭയത്തിലായിരുന്നു. ഇറാൻ അവിടേക്ക് ആക്രമണം നടത്തിയത് കൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുന്ദരമായ രാജ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതാണ്. ഒരു തർക്കമില്ല. ഇനി മക്തൂബിൽ വന്ന ഒരു മുസ്ലിം പേരും പൊക്കിപ്പിടിച്ചല്ല വന്നത്. ഇനി ഒരു മുസ്ലിം പേര് മാത്രമാണ്. നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലേത് മുസ്ലിം? ഏതാണ് മുസ്ലിം? ഏതാണ് മുസ്ലിം? തപ്പിയിട്ട് വാർത്ത കൊടുക്കുന്നവരല്ലേ യഥാർത്ഥത്തിൽ പച്ചവർഗീയവാദികൾ. പച്ചവർഗീയവാദികൾക്കല്ലേ മതം മാത്രം നോക്കിയിട്ട് ഇത്രയും നിരപരാധികളെ വെറുതെ വിട്ട ആളുകള് ഈ പറയുന്ന ഒരാൾ മാത്രമല്ല. ഇത് കോൺഗ്രസിന്റെ കാലത്തല്ലേ? കോൺഗ്രസിന് ഒന്നും പറയുന്നില്ല, എന്നിട്ടും വാസിസോ എന്ന് പറഞ്ഞ് മോദിയുടെ തലയിലേക്കാ. നിങ്ങൾ കോൺഗ്രസിനെ പറയൂ. കോൺഗ്രസിന്റെ കാലത്ത് ഒരു മുസ്ലിം മാത്രമൊന്നല്ല, ഹിന്ദുവും പല മതത്തിലുള്ള ആളുകളെയും വെറുതെ ജയിലിൽ അടച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കോൺഗ്രസിനെ പറയൂ. അത് മോദിയുടെ തലയിലേക്ക് ഇവിടെ എന്തോ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണ് എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇത്തരം ആളുകളെ പുച്ഛിച്ചു തള്ളണം. ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുവിനും ഇവിടെയുള്ള എല്ലാ മതത്തിലും സമാധാനത്തിലല്ലേ, നമ്മളൊക്കെ ഇവിടെ ഐക്യത്തിലല്ലേ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്? ഇവിടെ എന്തോ അപകടമാണ് എന്ന് പറയുന്നവരല്ലേ യഥാർത്ഥ പച്ച വർഗീയവാദികൾ.